കുറച്ചവൻ്റെ വലിയൊരു പരീക്ഷണത്തിൽ കൂടെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ എന്നെ സഹായിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു സഹായം പ്രതീക്ഷിച്ചാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഞങ്ങൾ കുറച്ച് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു, ന്യൂമോണിയ ബാധിച്ചിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞങ്ങൾ കൊണ്ട് യാതൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങളോട് കൈ നീട്ടുന്നത്. എൻ്റെ വൃക്കയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ കൊടുക്കണത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്ത് വരികയാണ്. ഇതിന് പോലും ആ പൈസ ഞങ്ങളിലില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിയാവുന്നതും നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിന് നിങ്ങൾക്കൊരു ജീവിതം കിട്ടും. കഴിയാവുന്ന പരമാവധി ഞങ്ങളെ എത്രയും പെട്ടെന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരം. ഷഹീൻ കെ മൊയ്തീനാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ എറിയാട് കിഴക്കേ മൊഹീദ്ദീൻ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന പറക്കോട്ട് സുബൈർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബവും ഞാനും ഈ നാട്ടുകാരും മഹല്ല് ഭാരവാഹികളും മഹല്ല് നിവാസികളൊക്കെ ചേർന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥന വെക്കുന്നത്. അദ്ദേഹത്തിന്റെ കിഡ്നി എത്രയും പെട്ടെന്ന് മാറ്റിവെക്കാനാണ് കോട്ടയ്ക്കൽ മിംസിലെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, സഹോദരിയാണ്. എൻ്റെ ഭർത്താവിന് കിഡ്നി പകുത്ത് നൽകാനായിട്ട് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് കാത്തു നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനി വേണ്ടത് 15 ലക്ഷം രൂപ കണ്ടെത്തുക എന്നുള്ള വലിയൊരു ദൗത്യമാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. നന്മ നിറഞ്ഞ മലയാളി സമൂഹത്തിന്റെ മുന്നിലാണ് സുബൈറും കുടുംബവും മഹല്ല് നിവാസികളും ഈ പ്രദേശവാസികളും എല്ലാവരും ചേർന്നിട്ട് ഇദ്ദേഹത്തിന്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് കൈകൾ നീട്ടുന്നത്. കണ്ടെത്തേണ്ടത് 15 ലക്ഷം എന്ന് പറയുന്ന വലിയ തുകയാണ്. സുബൈർ മരപ്പണി ചെയ്താണ് ഭാര്യയും 2 മക്കളടങ്ങുന്ന കുടുംബത്തെ പുലർത്തിയിരുന്നത്. ഇപ്പോ കാലങ്ങളായുള്ള ആഴ്ചയിലെ 3 ഡയാലിസിസിന് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട വല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് ഈ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എറിയാട് പഞ്ചായത്തിൽ 3-ാം വാർഡിൽ കിഴക്കേ മൊഹീദ്ദീൻ ജുമാ മസ്ജിദിന് സമീപമാണ് സുബൈറും കുടുംബവും താമസിക്കുന്നത്. ഇവിടെ കിഴക്കേ ജുമാ മസ്ജിദ് മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് ഭാരവാഹികളും മഹല്ല് നിവാസികളും നാട്ടുകാരും ജനപ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ട് സുബൈർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ട 15 ലക്ഷം രൂപ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ ഇദ്ദേഹത്തിന്റെ ചികിത്സക്കായിട്ട് അയച്ചു നൽകിയും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചും ഈ വീഡിയോ ഷെയർ ചെയ്തും കൂടി ഉണ്ടാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് മാടവന ഈസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഞങ്ങളുടെ സഹോദരൻ സുബൈർ വൃക്ക സംബന്ധമായ രോഗിയായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം വളരെ നിർധനരായ കുടുംബമാണ്. ഈ നാടിനു വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി ഇതിനെല്ലാം സാക്ഷികളായി അദ്ദേഹം നിർധനനാണ്, അതിന് അർഹനാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് സാക്ഷികളായി നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ അസുഖം പെട്ടെന്ന് ശിഫയ്ക്ക് കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പുന്നതിൽ നമുക്കും ഭാഗവാക്കാകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരൊക്കെ ഇതിനു വേണ്ടി സഹായിക്കുന്നുണ്ടോ, സഹകരിക്കുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാ ഉദ്യമങ്ങളും അല്ലാഹു തആല കബൂലാക്കി അതെല്ലാം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വലിയ മുതൽക്കൂട്ടായി കാണാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. എല്ലാവരും ഈ വീഡിയോയിൽ ഉൾക്കൊണ്ട് ഈ വീഡിയോ പ്രദർശിപ്പിച്ച് വേണ്ട വിധത്തിൽ ജനങ്ങൾ അത് സ്വീകരിക്കണമെന്നും എല്ലാവിധ വിഭാഗം ആളുകളും അതിനുവേണ്ടി സഹായിക്കണമെന്നും ഈ മഹല്ലിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ സുബൈർ നമുക്ക് എത്രയും പെട്ടെന്ന് ആ പണം കണ്ടെത്തി അതിനു വേണ്ട മാറ്റി വെക്കാൻ വേണ്ട ആ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഈ നാട്ടുകാരുടെ ഒപ്പം തന്നെ ഇത് കേൾക്കുന്ന, ഇതിന് സഹായിക്കാൻ കഴിവുള്ള നല്ല മനസ്സുള്ള ആളുകൾ എല്ലാവരും അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഉള്ളത്. അത് ഒരിക്കൽ കൂടി നിങ്ങളോട് അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇനി വേണ്ട നമുക്ക് മുമ്പിലുള്ളത് ഇതിന്റെ ചികിത്സാ ചിലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുബൈറിനെ സഹായിക്കുന്നതിന് ഈ നാട്ടിലെ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ള
നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും അകമഴിഞ്ഞ് സഹായിക്കണമെന്നും വളരെ പെട്ടെന്ന് തന്നെ സുബൈറിന്റെ ഈ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ വീഡിയോ പല ആളുകളും പല വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ സുബൈറിന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഇത് പെട്ടെന്ന് തന്നെ വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.